ഗുഡ് ഈവനിങ് എവരി വൺ. എല്ലാവർക്കും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ഭാഷയിൽ സ്വാഗതം ഓതുകയാണ്. ഏറെ ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദിയോടുകൂടി നിങ്ങളുടെ മുന്നിൽ ഇരിക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തെ രാത്രിയത്തെ നമ്മുടെ മെഡിറ്റേഷൻ നിങ്ങൾ എല്ലാവരും നന്നായി അനുഭവിച്ചു. അത് കഴിഞ്ഞപ്പോൾ തന്നെ പലർക്കും പല റിസൾട്ടുകൾ ഉണ്ടായി എന്ന് ഇന്നലെ രാത്രി തന്നെ പറഞ്ഞിരുന്നു. മറ്റു ചിലർ ഇനിയും റിസൾട്ടുകൾക്ക് തയ്യാറായിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്നലെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത് എന്തോ ഒന്ന് നിങ്ങൾ ചെയ്തിരുന്നുണ്ടാവും അല്ലെ? ഇന്നലെ പറഞ്ഞു തന്നത് കയ്യിൽ എഴുതാനൊക്കെ ആർക്കും അത്യാവശ്യം ഉണ്ടായിട്ടില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവില്ല. എനിക്ക് അത്യാവശ്യമുള്ളത് ഞാൻ ഇന്നലെ രാത്രി മറ്റേ മെഡിറ്റേഷൻ സമയത്ത് തന്നെ പറഞ്ഞത്, എനിക്ക് അത്യാവശ്യമുള്ള ഒരു തുക ഞാൻ ഇന്നലെ നിങ്ങളുടെ മുമ്പിൽ തന്നെ എഴുതി വെച്ചിരുന്നു. 10 മണിക്ക് രാത്രി, ഇവിടുത്തെ 10 മണിക്ക് മുമ്പായിട്ട് കിട്ടണമെന്ന് എഴുതിയത് ആയിരുന്നു. പക്ഷെ എനിക്ക് 8:45 ആകുമ്പോഴേക്ക് അത് ലഭിച്ചു. നമ്മുടെ ക്ലാസ് കഴിഞ്ഞ് 1 മണിക്കൂർ, 8:45, അല്ല 9 മണി അങ്ങനെ എന്തോ മറ്റേ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് എനിക്കത് ലഭിച്ചു എന്നുള്ളതാണ്. ഇന്ന് നിങ്ങളെ മനസ്സിലാക്കുന്നത് ഇതുപോലുള്ള മറ്റൊരു യന്ത്രത്തെ പറ്റിയിട്ടാണ്, ഒരു വീട്ടിൽ സൂക്ഷിക്കേണ്ട ഒരു സംഭവത്തെ പറ്റിയിട്ടാണ്. ഇത് ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കാണ് ഇന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. എന്ത് പറയണം എന്നറിയില്ല, എന്നാലും ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു പോകാം. നോക്കൂ, നമുക്ക് ജീവിതത്തിൽ പല പല ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും. അത് സ്വാഭാവികമാണ്. ഇവിടെ എല്ലായിടത്തും നമ്മൾ എപ്പോഴും സദാ ശ്രദ്ധിച്ചിരിക്കേണ്ട വസ്തുത എന്ന് പറയുന്നത് ഒന്നും ശാശ്വതമല്ല എന്നുള്ളതാണ്. എളുപ്പത്തിൽ പറഞ്ഞാൽ ഈ സമയവും കടന്നു പോകും. അപ്പോൾ ഒരു സംഭവം നമ്മുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ അതിൽ തന്നെ പിടിച്ചു തൂങ്ങി നിൽക്കാതെ കണ്ട് തൊട്ടടുത്ത നിമിഷം തന്നെ അതിൽ നിന്ന് ചേഞ്ച് ആവാൻ സാധിക്കുക എന്നതാണ് മനസാന്നിധ്യം കൊണ്ട് അർത്ഥമാക്കുന്നത്. അതുപോലെ മനസാന്നിധ്യത്തിലൂടെ നമ്മളുടെ ജീവിതത്തെ നമുക്ക് വേണ്ട രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. ഓരോ മനുഷ്യനും അവനവന്റെ ജീവിതത്തിന്റെ ശില്പിയും നിർമ്മാതാവുമാണ് എന്ന് ഞാൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. എന്റെ ജീവിതം എങ്ങനെ ആയിരിക്കണം എന്ന് തീരുമാനിക്കാത്തവർക്ക് മാത്രമാണ് ഈ പരാജയങ്ങൾ മുഴുവൻ സംഭവിക്കുന്നത്. എന്റെ ജീവിതം എങ്ങനെ ആയിരിക്കണമെന്ന് മുൻകൂട്ടി തീരുമാനിച്ചവർക്ക് ഇതൊന്നും സംഭവിക്കില്ല. അപ്പോൾ നിങ്ങൾ പറയും, എന്റെ ജീവിതം എങ്ങനെയായിരിക്കണം തീരുമാനിക്കുന്നത് ഞാനല്ലല്ലോ, മറ്റുള്ളവരാണല്ലോ എന്ന് പറയുന്നവരോടുള്ള ഒറ്റ വാക്കിത്രയേ ഉള്ളൂ: നിങ്ങൾക്ക് ഇപ്പോഴും ജീവിതം എന്താണെന്ന് മനസ്സിലായില്ല എന്ന് മാത്രം. മനസ്സിലായാൽ അങ്ങനെ പറയാം. കാരണം നമ്മളുടെ ശരീരത്തിലേക്ക് അതിനെ നിലനിർത്തുന്നത് നമ്മൾ പ്രപഞ്ചത്തിൽ നിന്ന് കിട്ടുന്ന, എന്താ എന്റെ മുടി ഇങ്ങനെ വീഴുന്നത് അല്ലെ, നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ നിന്ന് കിട്ടുന്ന, ഫ്രീ ആയി കിട്ടുന്ന ഒരു ശ്വാസോച്ഛ്വാസത്തിലാണ് നമ്മൾ നിലനിർത്തുന്നതെങ്കിൽ നമ്മൾ ആരെയും ഇവിടെ പേടിക്കേണ്ടതില്ല, അവർക്ക് വേണ്ടി ജീവിക്കേണ്ടതുമില്ല. ആദ്യം നമ്മൾ നമുക്കായി ജീവിക്കുമ്പോൾ മറ്റുള്ളവർക്ക് എല്ലാവർക്കും വേണ്ടിയായിരിക്കും ആ ജീവിതം എന്നാവും. ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം നിങ്ങൾക്ക് മനസ്സിലായിട്ട് വേണം. ആദ്യം അവനവനെ സ്നേഹിക്കുക, എന്നിട്ട് മറ്റുള്ളവനെ സ്നേഹിക്കുക. നിങ്ങൾ ചെയ്യുന്നത് ഇതുവരെയുള്ള സംഭവിച്ചതോ പോയി കഴിഞ്ഞു. ഇതുവരെ സംഭവിച്ചത് നിങ്ങൾ ജീവിച്ചത് ആർക്ക് വേണ്ടി എന്ന് ചോദിച്ചാൽ ആദ്യം പറയും, മക്കളുള്ളവർ പറയും ഞാൻ മക്കൾക്ക് വേണ്ടി ജീവിച്ചത് എന്ന് പറയും. അത് കഴിഞ്ഞാൽ പറയും കൊച്ചുമക്കൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് എന്ന് പറയും. അതിന് മുമ്പേ ആണെങ്കിൽ, മക്കൾ ഉണ്ടാവുന്നതിന് മുമ്പേ ആണെങ്കിൽ പറയും ഞാൻ ഭർത്താവിന് വേണ്ടിയിട്ടാണ് ജീവിച്ചത്, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ് ജീവിച്ചത്. അതുമല്ലെങ്കിൽ മറ്റൊരു പറയും അമ്മയ്ക്കും അച്ഛനും വേണ്ടിയിട്ടാണ് ഞാൻ ജീവിച്ചത് എന്ന് പറയും. സ്വാഭാവികമാണ്. ഇതിൽ നിന്ന് മാറി എപ്പോഴാണോ അവനവനിലേക്ക് ജീവിക്കാൻ തുടങ്ങുന്നത്, അപ്പോൾ മാത്രമേ ജീവിതം ആവുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകണമെന്ന് വീണ്ടും ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കാരണം എന്തുകൊണ്ടാണ് വീണ്ടും എന്ന് പറഞ്ഞത്? പലരും ഇത്രയും ദിവസം ക്ലാസ്സിൽ നിന്നിട്ടും ഇത്രയും ദിവസം ഞാനിവിടെ പറഞ്ഞത് എല്ലാ ദിവസവും കേട്ടിട്ട് പോലും ഇത് ആ കയറി നിൽക്കേണ്ട സ്ഥലത്തേക്ക് കയറി നിന്നില്ല എന്നുള്ള മനസ്സിലാക്കലിന്റെ അടുത്താണ് ഇത് വീണ്ടും പറഞ്ഞത്. അതൊന്ന് ശരിക്കും ശ്രദ്ധിക്കുക. എന്റെ ജീവിതം എന്റെ തീരുമാനം എന്ന രീതിയിൽ മാറുക എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് ഇന്ന് ക്ലാസ്സിലേക്ക് കൊടുക്കാം അല്ലെ? ഇന്ന് കുറച്ച് പെട്ടെന്ന് ക്ലാസ് തരാം. ആർക്കെങ്കിലും എന്തെങ്കിലും അനുഭവം പറയാണ്ടോ പെട്ടെന്ന് പറഞ്ഞോളൂ. അൺമ്യൂട്ട് ചെയ്തോളൂ. ഞാൻ 1 മിനിറ്റ് തരാം പറയാനുള്ളവരുണ്ടെങ്കിൽ. ഞാൻ ഉഷയാണ്. ഇന്ന് എനിക്ക് എന്റെ ടൈലറിംഗ് ഷോപ്പിലേക്ക് ഒരുപാട് തുണി അടിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. എങ്ങനെയായാലും ഇന്നലത്തെ അഫർമേഷനിൽ ഞാൻ സാറ് പറഞ്ഞത് വെച്ചിട്ട് അഫർമേഷൻ ചെയ്തിരുന്നു. ദിവസം 5000 നമുക്ക് കിട്ടണം, അങ്ങനെ കാണുന്നു ലാഭം 5000. അപ്പൊ അത് ഞാൻ ഇന്നലെ രാത്രിയിൽ
പറഞ്ഞിട്ടാണ് കിടന്നത്. ഇന്നത്തെ എന്റെ ഷോപ്പിലേക്ക് ഒരുപാട് പേര് ഒത്തിരി തുണി അടിക്കാൻ വേണ്ടി കുറച്ച് ശബ്ദം കൊണ്ടുവന്നിട്ടുണ്ട്. കൂട്ടാവോ ശബ്ദം തീരെ കുറവാണ്. സാറേ, എനിക്കിന്ന് കടയിൽ നല്ല ബിസിനസ് നടന്നിട്ടുണ്ട്. കേൾക്കുന്നുണ്ടോ? കേൾക്കാം, കേൾക്കാമോ? കുറവാണ്, ഭയങ്കര വോയിസ് കുറവാണ്. അത് ഞാനൊരു റൂമിൽ ഇരിക്കുക, സ്വസ്ഥമായിട്ട് ഇരിക്കാമല്ലോ എന്ന് ഓർത്ത് അടച്ചിട്ടിരിക്കുകയാണ്, അതുകൊണ്ടായിരിക്കാം. എനിക്ക് നല്ല ബിസിനസ് നടന്നു. ഇന്നലത്തെ നമ്മുടെ മെഡിറ്റേഷൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ സ്റ്റിച്ചിങ് ആണെന്ന് പറഞ്ഞല്ലോ. ഇന്ന് എനിക്ക് സാർ ഇന്നലെ പറഞ്ഞതുപോലെ ഒരു 5000 രൂപ ലാഭം കിട്ടുന്ന ഒരു ദിവസം കിട്ടണമെന്നുള്ള രീതിയിലായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പൊ അതുപോലെ ഇന്ന് എനിക്ക് നന്നായിട്ട് ഒത്തിരി പേര് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തുണികൾ കൊണ്ടുവന്ന് വൈകുന്നേരം വരെ പണിയുണ്ടായിരുന്നു. ഇന്ന് നന്ദി നന്ദി നന്ദി. സാറിന് നന്ദി, യൂണിവേഴ്സിന് നന്ദി. താങ്ക് യു താങ്ക് യു താങ്ക് യു. നല്ല വർക്ക് ഇന്ന് ഉണ്ടായി എന്ന് പറഞ്ഞതാണ് അല്ലേ? സന്തോഷം. നല്ല വർക്ക് ഉണ്ടായിരുന്നു. താങ്ക് യു. അപ്പൊ എല്ലാ ദിവസവും ഇനി അതിനുവേണ്ടി തയ്യാറായിക്കോളൂ, അതിനുള്ള എനർജി ഉണ്ടാവട്ടെ. അപ്പൊ നല്ല മാറ്റം അവിടെ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ക്ലാസ്സിന് തയ്യാറാണെങ്കിൽ തുടങ്ങിക്കോളൂ, എടുത്തോളൂ, ക്യാപ്സൂൾ കഴിച്ചോളൂ, മറക്കണ്ട. യെസ് യെസ്. വത്സലക്ക് ചിട്ടി കിട്ടിയാലൊക്കെ പറയണ്ടേ? 50,000 രൂപയുടെ ചിട്ടി കിട്ടിയാലൊക്കെ നല്ല കാര്യമല്ലേ? വെരി ഗുഡ്. വത്സലക്ക് മെഡിറ്റേഷൻ കഴിഞ്ഞപ്പോൾ തന്നെ ചിട്ടി കിട്ടിയെന്നാവാം. വെരി ഗുഡ്, നല്ല കാര്യം. അങ്ങനെ ഇന്ന് അതുപോലത്തെ ബന്ധപ്പെട്ട ഒരു കാര്യം പോട്ടെ. റെഡി? എന്താ കുറവ്? എന്താ ആൾക്കാർ ടൈപ്പ് ചെയ്യാൻ ആകെ ഒരു ടൈം എടുക്കുന്നത്? പെട്ടെന്ന് ആയിക്കോട്ടെ. ഇന്നത്തെ ക്ലാസ് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ക്ലാസ് അല്ലാത്തതുകൊണ്ട് ഞാനത് നമുക്കെല്ലാവർക്കും ഭാഗ്യം വേണമെന്ന് ആഗ്രഹിക്കാറുണ്ട് അല്ലെ? എല്ലാവരും ഭാഗ്യത്തിൽ വിശ്വസിക്കുന്നുണ്ട്. ഇതിനു മുമ്പ് ഒരു ദിവസം ഭാഗ്യത്തെ പറ്റിയിട്ട് ഒരു ക്ലാസ് എടുത്തിരുന്നു. ലക്ക് എന്താണെന്ന് പറഞ്ഞിട്ട് ക്ലാസ് എടുത്തിരുന്നു. വളരെ കൃത്യമായി ലക്ക് എങ്ങനെയാണ് സംഭവിക്കുന്നത്, എന്താണ് ഈ ലക്ക് എന്നതിനെ പറ്റിയിട്ടൊക്കെ നിർവചനമൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു ദിവസം ക്ലാസ് എടുത്തിരുന്നു. അത് യൂട്യൂബിൽ കാണാം നിങ്ങൾക്ക്, വാട്ട് ഈസ് ലക്ക് എന്ന് പറഞ്ഞു. ഞാൻ ഇന്ന് പറയുന്നത് അങ്ങനെയല്ല. നോർമലി നമ്മുടെ സാധാരണ രീതിയിൽ പറയുന്ന എനിക്കും ഒരു ഭാഗ്യമുണ്ടായിരുന്നെങ്കിൽ എന്ന് പറയുന്ന കോമൺ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇതിൽ ഭാഗ്യത്തെ വേണം എന്ന, ഭാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? എന്റെ ജീവിതത്തിൽ എനിക്ക് ഭാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വിശ്വസിക്കുന്ന എത്ര പേരിവിടെ ഉണ്ട്? അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ഞാൻ നോർമലായിട്ട് ചോദിക്കാം. നിങ്ങൾ കൂടുതൽ സ്പിരിച്വാലിറ്റിയിലേക്കൊന്നും പോണ്ട. നോർമൽ ആയിട്ടുള്ള, അയ്യോ ഇത് എന്റെ ഭാഗ്യം, എനിക്ക് ഭാഗ്യമില്ലാതെ പോയി, എനിക്ക് ഭാഗ്യം ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള കോമൺ ആയിട്ടുള്ള കാര്യം മാത്രമാണ്. കൂടുതൽ വലിയ ഡെപ്തിലേക്കൊന്നും പോണ്ട. ഇന്നത്തെ ക്ലാസ്സിൽ അങ്ങനെ ഡെപ്ത് ഇല്ലതാനും. സാധാരണ രീതിയിലുള്ള ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള സമൂഹത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ എനർജിയെ പറ്റിയിട്ട് കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു എനർജി എങ്ങനെയാണ് കേന്ദ്രീകൃതമാക്കുന്നത് എന്നതിനെ പറ്റി പറയുന്ന ഒരു ക്ലാസ് ആണ്. ക്ലാസ് അല്ല, ഒരു ടെക്നിക്കാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഇത് നിങ്ങൾക്ക് പലപ്പോഴും നമ്മളെ പണ്ടത്തെ കാലത്ത് എന്താ പറയാ, വീട്ടിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, ഇങ്ങനെ ചെയ്താൽ നല്ലതാണ്, ഇങ്ങനെ ചെയ്താൽ. അതിന്റെയൊക്കെ സയൻസ് ഒന്നും നമുക്ക് ആർക്കും അറിയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ അതിനെ വിളിച്ച പേരാണ് അന്ധവിശ്വാസം എന്ന്. പക്ഷെ അതിന്റെ സയൻസ് അറിഞ്ഞു കഴിഞ്ഞാൽ അന്ധവിശ്വാസങ്ങൾ വിശ്വാസമായി മാറും. ഈ അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏതാണോ ഒരു കാര്യത്തെ നമുക്കറിയാത്തത്, അല്ലെങ്കിൽ ഏതാണോ ഒരു കാര്യത്തെ അന്ധമായി നമ്മൾ വിശ്വസിക്കുന്നത്, അതിനെയാണ് അന്ധവിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ വിശ്വാസത്തിന്റെ ഉപോൽപ്പന്നം തന്നെയാണ് അന്ധവിശ്വാസം. പക്ഷെ അത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ടെക്നിക്കായി മാറി, ഒരു ഐഡിയ ആയി മാറി. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഭാഗ്യത്തെ പറ്റി പറയുമ്പോൾ ഞാൻ എന്തുകൊണ്ടത് ഇങ്ങനെ ടൈം എടുത്ത് പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് രണ്ട് രീതിയിൽ ആൾക്കാർ വ്യാഖ്യാനിച്ചു പോകുന്നത് കൊണ്ടാണ്. ഇവിടെ ഞാൻ പറയുന്നത്, പൊതുവെ ഞാൻ എല്ലാ ക്ലാസ്സിലും ഞാൻ നിങ്ങൾക്ക് ടെക്നിക്കൽ പഠിപ്പിച്ചു തരുമ്പോഴും ഇത്തരം കാര്യങ്ങൾ പൊതുവേ കുറവാണ്. ഇന്നത്തെ നിങ്ങളെല്ലാവർക്കും സ്വിച്ച് വേർഡ്സ് എന്താണെന്ന് അറിയാം, കേട്ടിട്ടുണ്ട് നിങ്ങളെല്ലാവരും. അല്ലെങ്കിൽ ഏഞ്ചൽ നമ്പറിനെ നിങ്ങൾ മിറാക്കിൾ ഇന്നലെ തന്നെ കണ്ടു. നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിന്റെ പ്രത്യേകത, ഇന്നിപ്പോ 15,000 വ്യൂസ് നമ്മൾ യൂട്യൂബിലായി ഇന്നലത്തെ ക്ലാസ്. ഞാനൊരു ടെക്നിക്ക് നമ്പർ പറഞ്ഞു തന്ന, നമ്പറിന്റെ ഒരു ഘടകമായിട്ടുള്ള ഒരു ടെക്നിക്ക് പറഞ്ഞു തരികയാണ് ചെയ്തത്. പക്ഷെ അത് സംഭവിച്ചത് നമ്മൾ ഒരു ശ്രദ്ധിച്ചു നോക്കണം, ഇത് എങ്ങനെയാണ് ഇതൊക്കെ പലപ്പോഴും സംഭവിച്ചു പോവുക എന്നുള്ളത്. ഇന്നലത്തെ ടെക്നിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന 897 എന്ന് പറയുന്ന നമ്പറിനെ പറ്റി പറഞ്ഞു. ആ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും 8 അറിയാം, 9 എന്ന നമ്പറിനെ പറ്റി അറിയാം, 7 നമ്പറിന്റെ ന്യൂമറോളജി ആണെന്ന് അറിയാം. ആ പറഞ്ഞ സമയത്ത് ഞാനിവിടെ അതിനെ എത്തിക്കുന്ന സമയത്ത് ഞാനിവിടെ
മനസ്സിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, ക്ലാസ് എടുക്കുന്ന സമയത്തല്ല, ഞാൻ അതിന്റെ തമ്പനയിൽ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ എന്റെ മനസ്സിൽ സെറ്റ് ചെയ്ത ഒരു കാര്യമായിരുന്നു, ഈ വീഡിയോ നാളെ വൈകുന്നേരം ആകുമ്പോഴേക്ക്, അതായത് ഇന്ന് വൈകുന്നേരം ആകുമ്പോൾ ഒരു 10,000 ആൾക്കാരെങ്കിലും കാണണമെന്ന്. ആ നമ്പറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെറുതെ മനസ്സിൽ തോന്നിയതാണ്. പൊതുവെ അങ്ങനെ ശ്രദ്ധിക്കാറില്ല. എപ്പോഴും ക്ലാസ് എടുക്കുന്നു, യൂട്യൂബിൽ ഇടുന്നു, അല്ലാതെ ഇത്ര വ്യൂസ് ഉണ്ടാവണമെന്നെ പറ്റി പുതിയ ശ്രദ്ധിക്കാറൊന്നുമില്ല. അങ്ങനെ ഒരു ആഗ്രഹിക്കാം. പക്ഷെ എന്തോ ഇത് ചെയ്തപ്പോൾ പെട്ടെന്ന് പറഞ്ഞു. ഞാനിവിടെ ഇരുന്നിട്ട് മോനോട് പറഞ്ഞു, അവൻ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് പറഞ്ഞു. അപ്പൊ അവനോട് നാളെ ഇത് 10,000 വ്യൂസ് കിട്ടണം, അപ്പോഴാണ് ഒരു സുഖമുള്ളത്. പക്ഷെ അതിനേക്കാൾ സർപ്രൈസ് ആയത്, ആ വീഡിയോ ക്ലാസ് ചെയ്ത് തീർത്തിട്ട് റെക്കോർഡിങ് നോക്കിയപ്പോഴാണ് ഞങ്ങൾ ഞെട്ടിപ്പോയത്. 44 മിനിറ്റും 44 സെക്കൻഡുമായിരുന്നു ഇന്നലത്തെ ആ വീഡിയോ. 4ന്റെ ഘടകം എത്രത്തോളം പവർഫുൾ ആണെന്ന് ഞങ്ങൾക്ക് ഇന്നലെ മനസ്സിലായി. അപ്പൊ ഈ ന്യൂമറോളജി അല്ലെങ്കിൽ ഈ സംഖ്യ, ഏഞ്ചൽ നമ്പറുകൾ ഭയങ്കര പവർഫുൾ ആണ്. പലപ്പോഴും സംഭവിക്കാതെ, ഇന്നലെ ഞങ്ങൾ അതേപോലെ നമ്മുടെ ഈ മെഡിറ്റേഷൻ, നമ്മുടെ സാമ്പത്തിക മെഡിറ്റേഷൻ പ്രഖ്യാപിക്കുമ്പോൾ ഞാൻ നമ്മൾ അഡ്മിനായിട്ട് സംസാരിച്ച 233 നമ്പർ കിട്ടിയാൽ ഇത് കംപ്ലീറ്റ് സക്സസ് ആണ് എന്ന് ഒരു കാര്യം പറഞ്ഞിരുന്നു. അതായത് ആ സമയത്ത് പിന്നെ നടക്കുന്നതൊക്കെ സക്സസ് ആയിരിക്കുമെന്ന് പറഞ്ഞു. ഇന്നലെ മെഡിറ്റേഷൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പേ തന്നെ നമ്മുടെ നമ്പർ, ഇത് പേയ്മെന്റ് ചെയ്ത് വന്നവരുടെ നമ്പർ 233 കൃത്യമായും അത്രയും വരികയും ചെയ്തു. ഇപ്പൊ അതിനേക്കാളും കൂടുതലുണ്ട് ആൾക്കാർ. അപ്പൊ ഈ നമ്പറുകൾ എപ്പോഴും ജീവിതത്തെ വലിയ ഭാഗ്യം കൊണ്ടുതരും. അത് തമാശയില്ലേ കാര്യമല്ല, ഭയങ്കരമായി പവർഫുൾ ആയി വരികയും ചെയ്യും. അതുപോലെ തന്നെയാണ് സ്വിച്ച് വേർഡുകൾ. പൊതുവെ നമ്മൾ സ്വിച്ച് വേർഡ് ഉപയോഗിക്കുന്ന കുറവാണെന്നേ ഉള്ളൂ. പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ജീവിതത്തിൽ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങൾ വീട്ടിലൊക്കെ ഈ സുദർശന ചക്രം എന്നൊരു സാധനം കേട്ടിട്ടുണ്ടാവും. പലരുടെയും വീട്ടിൽ അത് മേടിച്ചു വെച്ചിട്ടൊക്കെ ഉള്ളതായി നമുക്കറിയാം. കാരണം ഹൈന്ദവർ അതങ്ങനെ പൊതുവെ വാങ്ങിച്ചൊക്കെ വെക്കാറുണ്ട്. പക്ഷെ അതിനെ പറ്റിയിട്ട്, അതിന്റെ എനർജിയെ പറ്റി ഞാൻ ഇപ്പൊ പ്രതിപാദിക്കാൻ ഞാനാണല്ല, കാരണം അത് വളരെ ഡീപ്പായിട്ട് പോകേണ്ടത്. ഇതുപോലെ നമുക്ക് നമ്മുടെ എനർജി, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം, എല്ലാം ഈ പ്രപഞ്ചത്തിലെല്ലാം ഇരിക്കുന്നത് ഗോളാകൃതിയിലാണ്. അതായത് എല്ലാ എനർജിയുടെ ഫോർമാറ്റും ഗോളാകൃതിയിലാണ് ഉണ്ടാവുക. എല്ലാം ചലിക്കുന്നത് അങ്ങനെയാണ്. ഒരു എനർജിയെ ഒരു സ്ഥലത്തേക്ക് കേന്ദ്രീകൃതമാക്കുക എന്ന് പറയുമ്പോൾ ഗോളാകൃതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിന്റെ കൂടെ ഈ നേരത്തെ പറഞ്ഞ ഏഞ്ചൽ നമ്പറുകൾ കൂടി ചേർത്തുകൊണ്ട്, സ്വിച്ച് വേർഡുകൾ ചേർത്തുകൊണ്ട് ഒരു സിസ്റ്റം ഉണ്ടാക്കിയാൽ നമ്മളുടെ ജീവിതത്തിൽ എങ്ങനെ വേണം എന്ന് നമുക്ക് തീരുമാനിക്കുകയും അതനുസരിച്ച് നമ്മുടെ ലക്ഷ്യം എളുപ്പത്തിൽ നമ്മളിലേക്ക് എത്തിക്കാൻ സാധിക്കും. അത്തരം ഒരു ടെക്നിക്കാണ് ഇന്ന് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇതെന്തുകൊണ്ട് ഇങ്ങനെ പതുക്കെ പറഞ്ഞു പോകുന്നു വെച്ചാൽ, ഇത് അത്രയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വെറുതെ ചെയ്തു വെച്ചത് കൊണ്ട് ഒരു ഗുണവും കിട്ടില്ല. മറ്റൊരാള് നിങ്ങൾക്ക് ചെയ്തു തന്നതുകൊണ്ടും യാതൊരു ഗുണവും കിട്ടില്ല. ഇത് നിങ്ങൾക്ക് സ്വയം ചെയ്ത് സ്വയം ഒരു സ്ഥലത്ത് വെക്കാൻ പറ്റുന്ന ഒരു യന്ത്രം എന്ന് തന്നെ പറയാം. ഇത് കംപ്ലീറ്റ് ആയിട്ട് ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കാണ്, മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ് പഠിപ്പിക്കുന്നത്. ജീവിതത്തിൽ എന്താവണം എന്ന് തീരുമാനിച്ച ഒരാൾക്ക് വേണ്ടി മാത്രമേ ഈ സിസ്റ്റം വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. ഞാൻ വീണ്ടും അടിവരയിട്ട് പറയുന്നു, ജീവിതത്തിൽ എനിക്ക് ഇന്ന കാര്യം വേണം എന്ന് ശ്രദ്ധിച്ച് തീരുമാനിക്കുന്ന ആൾക്ക് ഉപയോഗിക്കാനുള്ള ഒരു കാര്യമാണ്. അതില്ലാത്തവരാണെങ്കിൽ, എനിക്ക് ജീവിതത്തിൽ എന്താവണമെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ലെങ്കിൽ, ഈ ടെക്നിക്ക് നിങ്ങൾക്കുള്ളതല്ല. അത് ഉണ്ടാക്കിയെടുക്കാനുള്ള നിരവധി ക്ലാസ്സുകൾ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി പെയ്ഡ് സെക്ഷനിലും നിർബന്ധിച്ച് എഴുതിപ്പിക്കുന്നുണ്ട്. ഇന്നലെ മിനിയാന്ന് ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ റിസൾട്ട് നിങ്ങൾക്ക് വരും. ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷനിലേക്ക് നിർബന്ധിച്ച് അവരെ കൊണ്ട് ഇന്നതായിക്കോളൂ എന്ന് എഴുതി വെച്ചയാൾക്ക് ആ പ്രാക്ടീസ് കഴിയുന്നതിന് മുമ്പ് തന്നെ അത് ലഭിച്ചതായിട്ടുള്ള സൂചനകളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഇത് എന്തുകൊണ്ട് ഇത് വീണ്ടും ഇങ്ങനെ പറയുന്നു വെച്ചാൽ, 90% ആൾക്കാരുടെയും ജീവിതത്തിൽ പറ്റിയ പരാജയം എന്ന് പറയുന്നത് എന്താവണം എന്ന് തീരുമാനിക്കാൻ പറ്റാത്തതാണ്. എന്ത് വേണം എന്ന് കൃത്യമായ നിർവചനം നൽകാൻ സാധിക്കാത്തതാണ് എപ്പോഴും നമുക്ക് വിഷയമുള്ളത്. അപ്പൊ വീണ്ടും പറയണു, എന്താണ് വേണ്ടത് എന്ന് വ്യക്തമായി മനസ്സിലാക്കുക. കഴിഞ്ഞ പ്രാവശ്യം ലീലമ്മ ഷാജിയോട് സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ച ചോദ്യം, എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് തീരുമാനിക്കുക. പക്ഷെ അവിടെ ആ തീരുമാനം എപ്പോഴും നമ്മൾ എടുത്തു കഴിഞ്ഞ് ഒരു പെന്നും പേപ്പറിലും എഴുതി വെച്ചാൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ, അത് നടന്നിരിക്കും. അത് നേടാനായിട്ടുള്ള വിവിധമായ ടെക്നിക്കുകൾ നമ്മളിവിടെ നൽകുന്നുണ്ട്. അത് ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ അതില്ലാത്തവന്
എനിക്കൊന്നും കിട്ടിയില്ല മാവ എന്ന് പറഞ്ഞതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും യൂണിവേഴ്സിന് നൽകണമെങ്കിൽ യൂണിവേഴ്സിനോടുള്ള ചോദ്യം കൃത്യമായിരിക്കണം. യൂണിവേഴ്സിനോട് നിങ്ങൾ മുമ്പ് കഴിഞ്ഞ ദിവസം ഒരു ദിവസം എടുത്ത ക്ലാസ് ഇത് തന്നെ അല്ലെ. നിങ്ങളുടെ ചോദ്യം ശരിയായി കഴിഞ്ഞാൽ ഉത്തരവും ശരിയായ രീതിയിൽ കിട്ടും. ചോദ്യം ശരിയല്ലെങ്കിൽ ഉത്തരം ശരിയാവില്ല എന്ന് മാത്രം ഓർക്കുക. ഇപ്പോൾ മനസ്സിലായല്ലോ നിങ്ങൾക്ക് ചോദ്യമാണ് നിങ്ങളുടെ വ്യക്തമാവാത്തത്. എന്തുകൊണ്ട് ഇങ്ങനെ എന്റെ ജീവിതമായി എന്നതിന്റെ ഉത്തരം എങ്ങനെ വേണമെന്ന് ഒന്നിക്കൽ നിങ്ങൾ ചോദിച്ചില്ല, അല്ലെങ്കിൽ ചോദിച്ചതിൽ തെറ്റുപറ്റി. രണ്ട് കാര്യങ്ങളാണ്. ഗിരിജ വീണ്ടും ഇരുന്ന് ആലോചിച്ചോളൂ, കൃത്യമായി ചോദിച്ചോളൂ, എന്താ വേണ്ടത്, അത് ലഭിക്കും. അതിനുവേണ്ടി തയ്യാറായിക്കാം. അപ്പോൾ ഞാൻ ഇന്നത്തെ ഈ ടെക്നിക്ക് സിമ്പിൾ ആയിട്ട് പഠിപ്പിച്ചു തരാം. നിങ്ങൾ ഇത് ഒന്ന് കൃത്യമായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. എങ്ങനെ എന്നതൊക്കെ ഇപ്പൊ ഞാൻ ഒരു ഫോട്ടോ കാണിച്ചു തരാം. അതനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി. വളരെ ലളിതമാണ്. കൂടുതൽ ചോദ്യങ്ങളൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല. ഇതിന് ആസിറ്റിസ് ചെയ്തിട്ട് നിങ്ങൾ വെച്ചാൽ മതി. എവിടെ വെക്കണം എന്നതൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾക്ക് വേണ്ടത് ഇതിൽ ഒരേ ഒരു സാധനമാണ്. ചുവന്ന കളറുള്ള ഒരു സ്കെച്ച് പേന അല്ലെങ്കിൽ ഒരു ചുവന്ന കളറുള്ള പെന്ന്, രണ്ട് സാധനം നിങ്ങൾക്ക് വേണം. ഇതിപ്പോഴില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ പിന്നെ ചെയ്താൽ മതി. ചുവന്ന കളറിലെ സ്കെച്ച് ഉപയോഗിക്കുന്നത്, സ്കെച്ചോ ഹൈലൈറ്ററോ ഒക്കെ മാർക്കറോ അങ്ങനെയൊക്കെ കിട്ടുമല്ലോ നിങ്ങൾക്ക് അല്ലെ, ഹൈലൈറ്ററോ അങ്ങനെ സാധനം വാങ്ങിക്കണം. അതുപോലെ വെള്ള കളർ പ്ലെയിൻ ആയിട്ടുള്ള ഒരു വൈറ്റ് പേപ്പർ ആവശ്യമാണ്. പിന്നെ ചുവന്ന കളറുള്ള പേന വാങ്ങിക്കണം. ചിലപ്പോൾ ഹൈലൈറ്റർ കുറച്ചും കൂടി ബോൾഡ് ആയതുകൊണ്ട് ആണ് ഇത് പറയുന്നത്. അപ്പൊ ഞാൻ സംഭവം നിങ്ങൾ കാണിച്ചു തരാം. ഇത് എങ്ങനെ ചെയ്യണം എന്ന് അതിന്റെ കൂടെ പറഞ്ഞു തരാം. എല്ലാവരും എഴുതി വെച്ചോളൂ. ഇതുപോലെ ഒരു സാധനം നിങ്ങൾ വീട്ടിലുണ്ടാക്കണം. ചുവന്ന കളർ പേന കൊണ്ട് നല്ലൊരു വൃത്തം വരക്കുക. വൃത്തം വരക്കാൻ നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട്, റൗണ്ട് കളർ വൃത്തം വരക്കാനായിട്ട് വീട്ടിൽ ഏറ്റവും ഈസി ആയിട്ട് കിട്ടുന്ന സാധനം എന്താണോ അതെടുക്കുക. എന്തായിരിക്കും എന്നറിയോ? അതുമാവാം. ഗിരിജയുടെ കയ്യിലുള്ള അതുമാവാം. അത് തികയില്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന പ്ലേറ്റ് ഉണ്ടല്ലോ, പ്ലേറ്റ് നല്ല റൗണ്ട് ഷേപ്പാ, അതിങ്ങനെ ഉപയോഗിക്കാം. ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രമല്ല, ഇങ്ങനത്തെ കാര്യങ്ങൾക്കും അത് ഉപയോഗിക്കാം. അതുകൊണ്ട് ഒരു വൃത്തം വരയ്ക്കുക, റൗണ്ട് വൃത്തം വരയ്ക്കുക. എന്നിട്ട് അതിനെ കുറച്ചും കൂടി കട്ടി വരുത്തണം. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ മാർക്കർ കൊണ്ട് വരക്കാൻ വേണ്ടി പറഞ്ഞത്, അല്ലെങ്കിൽ ഹൈലൈറ്റർ കൊണ്ട് വരക്കാൻ വേണ്ടി പറഞ്ഞത്. റെഡ് കളറേ ഉപയോഗിക്കാവൂ, മറ്റൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. എന്നിട്ട് ആദ്യത്തെ റൗണ്ടിനകത്ത് ആദ്യം നിങ്ങളുടെ പേര് എഴുതുക. എല്ലാവരും ദിനേശ് മുങ്ങത്ത് എഴുതി വെച്ചോളൂ കേട്ടോ. അതല്ലേ നിങ്ങളുടെ എല്ലാവരും പേര്. എല്ലാവരും വീട്ടിലും അത് തന്നെ എഴുതി വെച്ചോളൂ. അയ്യോ, അങ്ങനെ എഴുതി വെക്കണമെന്നില്ല. എന്റെ പേര് ഞാൻ എഴുതിക്കോളാം. പറഞ്ഞു എന്നെ വീണ്ടും കുറച്ചേരം ചോദിക്കാറ്, സാറേ എന്ത് പേരാ എഴുതേണ്ടതെന്ന് ചോദിച്ചേക്കരുത്, അതുകൊണ്ടാണ് പറഞ്ഞത്. രണ്ടാമത് താഴെയുള്ള സ്വിച്ച് വേർഡാണ്. ആ സ്വിച്ച് വേർഡിനെ പറ്റി ഇപ്പോഴൊന്നും പഠിക്കാൻ നിൽക്കണ്ട. നിങ്ങൾ ആസിറ്റീസ് ഫോളോ ചെയ്താൽ മതി. സ്വിച്ച് വേർഡ് എന്താണെന്ന് ഞാൻ ഒരു ദിവസം ക്ലാസ്സിൽ കൃത്യമായി നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഈ സ്വിച്ച് വേർഡ് എന്താണെന്ന്. രണ്ടാമത് ഇതാരെ വരക്കല്ലേ, സ്ക്രീനിൽ വരക്കൽ. ഓക്കെ, രണ്ടാമത് അതും താഴെ എഴുതുന്ന സ്വിച്ച് വേർഡ് തന്നെയാണ്. ബ്രിങ് സ്പീഡ് ക്ലാപ്പ് എലൈറ്റ് വിത്ത് ഗുഡ് ന്യൂസ്. ഇതൊരു വേർഡാണ്, ഒരു മാജിക്കൽ വേർഡാണ്. അത്രമാത്രം മനസ്സിലാക്കിയാൽ മതി. ഇതിന്റെ അർത്ഥങ്ങളൊന്നും ഇപ്പൊ ഞാൻ പറഞ്ഞു തരുന്നില്ല. ഇതെല്ലാം മറ്റൊരു ക്ലാസ്സിലാണ് ഞാൻ പറഞ്ഞത്. ഇത് കണ്ണടച്ച് നിങ്ങൾ ചെയ്തിട്ട് വീട്ടിലേക്ക് ധൈര്യപൂർവ്വം ഭാഗ്യത്തെ വരുത്തിക്കോളൂ. ബ്രിങ് സ്പീഡ് കാണാമല്ലോ അല്ലേ? കൃത്യമായിട്ട് കാണാം എല്ലാവർക്കും. ബ്രിങ് സ്പീഡ് ക്ലാപ്പ് എലൈറ്റ് വിത്ത് ഗുഡ് ന്യൂസ്. സ്പെല്ലിംഗ് പറഞ്ഞുതരാം. BRING SPEED ക്ലാപ്പ് ആണ്. എലൈറ്റ് ELITE വിത്ത് ഗുഡ് ന്യൂസ് WITHGOODNEWS. ഇത് ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ടൊന്നും നിങ്ങൾ ഒന്നും ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾ ഇത് മാത്രം എഴുതി വെച്ചാൽ മാത്രം മതി. മറ്റൊന്നും നിങ്ങളിപ്പോ ശ്രദ്ധിക്കണ്ട. ഇതെന്താണ്, എനിക്ക് എഴുതാൻ പറ്റില്ല, അങ്ങനെ ഒന്നും നിങ്ങളിപ്പോ ആലോചിക്കണ്ട. അത്രയും ലളിതമായിട്ട് ഞാനിപ്പോ പറഞ്ഞു തരുന്നത്. നിങ്ങൾ ഇത്ര മാത്രം ആലോചിച്ചാൽ മതി. അതിനുശേഷം താഴെ 111 എന്ന നമ്പർ എഴുതുക. താഴെ 398 എന്ന നമ്പർ എഴുതുക. പിന്നെ 10 എന്ന നമ്പർ എഴുതുക. 74. ഇതിനൊക്കെ അർത്ഥങ്ങളുണ്ട് കേട്ടോ. ഇതൊക്കെ കൃത്യമായ അർത്ഥമുണ്ട്. ഇത് ഏതിനെയൊക്കെയാണ് അട്രാക്ട് ചെയ്യുന്നത്, ഏതിനെ കൊണ്ടുവരാനാണ്, ഇതെന്നൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊന്നും ഇന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഇന്ന് നിങ്ങൾ ഇത് ഫോളോ ചെയ്താൽ മാത്രം മതി. നമ്മുടെ ആവശ്യം റിസൾട്ട് ഉണ്ടാക്കുക മാത്രമാണ്.
അതുകൊണ്ടാണ് ഇതിനെപ്പറ്റി കൂടുതൽ വിശദീകരിക്കാൻ ഇപ്പോൾ നിൽക്കാത്തത്. 7411176. ഇനി ഇതിന്റെ താഴെ, ഇതിന് തൊട്ട് താഴെ ഞാനിവിടെ ഒന്ന് ചേർത്തിട്ടില്ല. എന്തുകൊണ്ട് ചേർത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇതിന്റെ താഴോട്ട് നിങ്ങൾ എഴുതി വെക്കേണ്ടത് ഇതിനകത്ത് ഇല്ലാന്ന് തോന്നുന്നു. ഇല്ല, ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ. ഞാനത് എന്റെ ആവശ്യം എഴുതി വെച്ചത് ഞാനോട് ഇറേസ് ചെയ്തതുകൊണ്ടാണ്. ഇത് ഞാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമായതുകൊണ്ടാണ് ഞാൻ താഴെ എഴുതി വെച്ച് ഇറേസ് ചെയ്തതാണ്. ഇതിന്റെ സർക്കിളിന്റെ താഴെയായിട്ട്, അതായത് സർക്കിളിന്റെ തൊട്ട് താഴെയുള്ള ഭാഗത്ത് നിങ്ങളുടെ ആവശ്യം എന്താണ് എന്ന്, നിങ്ങളുടെ കൃത്യമായ ലക്ഷ്യം എന്താണ്, കുറേ എഴുതണ്ട. ആവശ്യം കൃത്യമായ പണം മാത്രം എഴുതരുത്. നിങ്ങൾക്ക് ആ വീട്ടിൽ ഉണ്ടാവേണ്ടത് ചിലപ്പോൾ സമാധാനമാണ്, ഹാപ്പി ഫാമിലി, അല്ലെങ്കിൽ ഐ ആം എ ഹാപ്പി പേഴ്സൺ, അല്ലെങ്കിൽ എൻ്റെ ജീവിതം ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെയുള്ള എന്താണോ വേണമെങ്കിൽ ഇതിനകത്ത് നിങ്ങൾ നമ്മുടെ അഫർമേഷൻ പുസ്തകം എടുത്തിട്ട് അതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള 1, 2, 3 അഫർമേഷൻസ് എഴുതി വെക്കാം. അതായിരിക്കും ഏറ്റവും ഉചിതം. എൻ്റെ ജീവിതം, അല്ലെങ്കിൽ എൻ്റെ കഠിനാധ്വാനത്തിന് എന്നും ലഭിക്കുന്ന പാരിതോഷികമെന്നോ, അങ്ങനെ അല്ലെങ്കിൽ ഞാൻ നല്ല ക്ഷമയുള്ളയാളാണെന്നോ, ക്ഷമ എൻ്റെ മനസ്സിനെ ശാന്തമാക്കുന്നു എന്നോ, അല്ലെങ്കിൽ എനിക്ക് ലഭിക്കുന്ന എല്ലാ ശാന്തതയ്ക്കും സമാധാനത്തിനും നന്ദിയെന്നോ, അങ്ങനെ വിവിധമായ നമ്മൾ അഫർമേഷൻസ് എത്ര എണ്ണം ഉണ്ട്, അങ്ങനെ എത്ര എണ്ണം നിങ്ങൾക്ക് വേണമോ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് അഫർമേഷൻ സെറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമല്ലോ. ഈ അഫർമേഷൻസ് താഴെ എഴുതി വെക്കുക. അഫർമേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആവശ്യം എന്തായിരുന്നു അതിനെയാണ് ഞാൻ പറഞ്ഞത്. അതേ ആവശ്യത്തെ അഫർമേഷൻ രൂപത്തിൽ നന്ദിയോടുകൂടി എഴുതുന്നതിനെയാണ് ഉദ്ദേശിച്ചത്. വലിയ കൂടുതൽ കാര്യങ്ങളാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കൂടുതൽ കാര്യങ്ങളൊക്കെ, ഇപ്പൊ ജോലിയുടെ കാര്യമാണെങ്കിൽ അങ്ങനെ എഴുതിക്കോളൂ. ഇത്ര എഴുതി വരുമ്പോൾ ഈ ഒരു എനർജി കൊണ്ട്, ഈ എനർജി ഉണ്ടാക്കുമ്പോൾ ആ വീട്ടിലേക്ക് ഉണ്ടാകുന്ന സന്തോഷം, അല്ലെങ്കിൽ എനിക്കുണ്ടാവുന്ന ജോലി ഒക്കെ നിങ്ങൾക്ക് എഴുതി വെക്കാവുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ എഴുതി വെക്കാവുന്നതാണ്. ഇത് എല്ലാവർക്കും എഴുതി വെച്ചല്ലോ അല്ലെ? ഞാൻ സ്ക്രീൻഷോട്ട് ഓഫ് ചെയ്യട്ടെ? സ്ക്രീൻ ഓഫ് ചെയ്യുന്നതാണേ. ഓക്കെ. സാറേ, ഒറ്റ ലൈനിൽ എഴുതുകയാണോ എന്നൊന്നും ചോദിക്കരുത്. കാരണം ഞാൻ ഇത്രയും കൃത്യമായി എഴുതി കാണിച്ചു തന്നില്ലേ നിങ്ങൾക്ക്? ഇനി എന്താ അവിടെ ഡൗട്ട് ഉള്ളത്? അത്രയും കൃത്യമായി കാണിച്ചു തന്നില്ല, ഒന്നുകൂടി കാണിക്കണോ? കൃത്യമായി നോക്കി വെക്കുകയില്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ. ഒറ്റ ലൈനായിട്ടോ എന്നൊന്നുമില്ലല്ലോ, ഒറ്റ ലൈനായിട്ടല്ലേ എഴുതിയിരിക്കുന്നത്. ബ്രിങ് സ്പീഡ്, ക്ലാപ്പ്, എലൈറ്റ് വിത്ത് ഗുഡ് ന്യൂസ്. ഒറ്റ വരിയാണ്, 2 വരിയല്ല, ഒറ്റ വരിയാണത്. പിന്നെ എല്ലാ നമ്പറുകളും 111 താഴെ എഴുതണം. 398, 10, 741, 1176. ഇതെല്ലാം ലൈൻ താഴോട്ട് എഴുതേണ്ട സാധനങ്ങളാണ്. അഫർമേഷൻ ബുക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്താൽ മതിയല്ലോ മാഡം. അവര് ഓർഡർ ചെയ്താൽ ജസ്റ്റ് അഡ്മിനെ വിളിച്ചു പറഞ്ഞാൽ അവർ അയക്കുമല്ലോ. യെസ്, സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചിട്ടുണ്ട്, നിങ്ങൾ എടുത്തോളൂ. ഇനി എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്? ഇത് എഴുതിയിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറയാം. ഇത് എഴുതി വെച്ചതിന് ശേഷം നിങ്ങൾക്ക് പല രൂപത്തിൽ ഇതിനെ വെക്കാം. ഒന്ന്, ഏറ്റവും ഇമ്പോർട്ടന്റ്, നിങ്ങളുടെ വീട്ടിൽ ഒരു സ്ഥലത്ത് ഒരു ചില്ലിട്ട് അല്ലെങ്കിൽ ഫ്രെയിം ചെയ്തോ അല്ലെങ്കിൽ സുരക്ഷിതമായോ ഒരു സ്ഥലത്ത്, നിങ്ങൾക്ക് എപ്പോഴും കാണുന്ന സ്ഥലത്ത് വെക്കുക. ഞാൻ പറഞ്ഞ വാക്ക് കേൾക്കണം. നിങ്ങൾ എപ്പോഴും കാണുന്ന സ്ഥലത്ത് വെക്കുക. മറ്റുള്ളവരത് കാണണം എന്നില്ല. നിങ്ങൾക്ക് എപ്പോഴും കാണും. മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നറിയാലോ? ആദ്യം ഇതെന്തിനാ ഇങ്ങനെ, ഇതെന്ന് ചോദ്യം വരും. അത് നിങ്ങൾക്ക് നെഗറ്റിവിറ്റി ഉണ്ടാക്കും. ഇതൊരു എനർജി സ്പെക്ട്രമാണ്. ഇതിൽ നമുക്ക് ജീവിതത്തിൽ വേണ്ട എല്ലാ കാര്യങ്ങളെയും ക്രോഡീകരിച്ചു കൊണ്ടുള്ള ഒരു എനർജി സ്പെക്ട്രം, ഒരു എനർജി സിസ്റ്റമാണ്. ആ ഗ്രൗണ്ട് വരക്കുമ്പോൾ തന്നെ, അവിടെ റെഡിൽ വരക്കുമ്പോൾ തന്നെ അവിടേക്ക് ഒരു എനർജി ഫോർമേഷൻ ആയി കഴിഞ്ഞിരിക്കുന്നു. അതിനകത്ത് നിങ്ങളുടെ പേരും ചാം നൗ എന്നുള്ള സ്വിച്ച് വേർഡ് ഉപയോഗിക്കുമ്പോൾ ആ എനർജി അതിനകത്ത് ആവാഹിക്കപ്പെടും. പിന്നെ ഈ നമ്പറുകളെല്ലാം ഓരോ കാര്യത്തിനുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ജീവിതത്തിൽ ആവശ്യമുള്ളത്. അത് മുഴുവൻ അവിടെ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. അത്തരം എനർജിയെ നമ്മൾ മുഴുവനായിട്ടും ആ സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് തത്വം. അത് നിങ്ങൾ എവിടെ വേണമെങ്കിലും വെച്ചോളൂ. നിങ്ങൾക്ക് പൂജാമുറിയിൽ വെക്കുന്നുണ്ടെങ്കിൽ അവിടെ വെക്കാം, ബെഡ്റൂമിൽ വെക്കാം, ബാത്റൂമിൽ മാത്രം കൊണ്ടുപോയി വെച്ചേക്കരുത്. ബാക്കി എല്ലായിടത്തും വെച്ചോളൂ, എവിടെ വേണമെങ്കിലും വെച്ചോളൂ. അടുക്കളയിലും വെക്കരുത്. കാരണം ഇവിടെയൊക്കെ ശുദ്ധത ഇതിൽ പ്രത്യേകിച്ച് സൂക്ഷിക്കണം. ശുദ്ധമായ സ്ഥലത്ത് മാത്രമേ വെക്കാവൂ. മറ്റേത് ഒന്നും ഒരു വിഷയമല്ല. ഒന്ന്, നിങ്ങൾ വീട്ടിൽ വെക്കുക. രണ്ടാമത്തത്, നിങ്ങൾ ഉപയോഗിക്കുന്ന ബാഗിലോ പേഴ്സിലോ നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ്. ബാഗിൽ വെക്കാം, പേഴ്സിൽ വെക്കാം, എവിടെ വേണമെങ്കിലും കൊണ്ടു നടക്കാം. കാരണം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു എനർജി ഡൗൺ ആയി വരുന്നു എന്ന് തോന്നുമ്പോൾ ഈ സാധനം എടുത്ത് നോക്കാം. നിങ്ങൾക്ക് വീണ്ടും അത് വായിക്കാം, നമ്പറുകൾ വായിക്കാം. അപ്പോൾ നിങ്ങൾ വീണ്ടും ഊർജ്ജസ്വലനായി മാറും. കാരണം ഇത് നിങ്ങളുടെ എനർജി സോഴ്സ് ആണ് എന്ന് അറിയുക.
പിന്നെ ബാക്കി എവിടെ ഉപയോഗിക്കേണ്ടതെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഏറ്റവും ടേബിൾ ഓഫീസിലൊക്കെ ഉപയോഗിക്കുന്നവർ ടേബിളിൽ സെറ്റ് ചെയ്തോളൂ, ഗ്ലാസ് വെച്ച ടേബിളിനകത്ത് സെറ്റ് ചെയ്തോളൂ, അല്ലെങ്കിൽ ഡ്രോവറിന് സെറ്റ്, ഞാൻ വെക്കുന്നത് ഓഫീസിൽ ഡ്രോവറിനടിയിലാണ്, അതുപോലെ ഡ്രോവറിൽ സെറ്റ് ചെയ്തോളൂ. അങ്ങനെ എവിടെ വേണമെങ്കിൽ, എവിടെയാണോ നിങ്ങൾക്ക് ഏറ്റവും ഉചിതം അവിടെ ശ്രദ്ധിക്കുക. കഴിവതും മറ്റുള്ളവർ കാണുന്ന രീതിയിൽ ചെയ്യാതെ ഇരിക്കുക. ആരും കാണാതെ, കണ്ടു കഴിഞ്ഞാൽ ഇതാണ് അവർ, അറിയാമല്ലോ നിങ്ങൾക്ക്, ഓരോ ആളുടെയും ഓരോ ചോദ്യം ഓരോ രീതിയിലായിരിക്കും. അതുകൊണ്ട് രഹസ്യമായി വെക്കാൻ ശ്രമിക്കുക. ഇത്ര മാത്രമാണ് ഇതിനകത്ത്. ഒരൊറ്റ കണ്ടീഷൻസ് മാത്രമേ ഇത് ചെയ്യുന്നവർക്കുള്ളൂ. നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് റിസൾട്ട് നൽകും. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ ചെയ്തിട്ട് വെറുതെ സമയം കളയേണ്ടതില്ല. വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് വിശ്വാസം, ഇത് ഫലിക്കോ ഇത് നടക്കോ എന്നുള്ള വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ വെറുതെ പച്ചമഷിയും ചുവന്ന മഷിയും പാത്രവും വരക്കലും ഒക്കെ ഇട്ട് സമയം കളയേണ്ടതില്ല. ഒരു കാര്യവുമില്ല. നിങ്ങൾക്ക് എനർജിയിൽ വിശ്വാസമുണ്ട് എങ്കിൽ ഈ ലോകത്ത് സംഭവിക്കുന്നതിന് എല്ലാത്തിനും ഒരു എനർജി ഉണ്ടെന്നും ആ എനർജിയിൽ ഒരു എനർജി സ്പെക്ട്രം ഉണ്ടെന്നും അത് ചലിക്കുന്നത് ഗോളാകൃതിയിലാണ് എന്നും ചില സ്വിച്ച് വേർഡുകളിലൂടെ ജീവിതത്തിൽ നമ്മുടെ ബ്രെയിൻ ഫ്രീക്വൻസിയെ മാറ്റപ്പെടുത്താൻ ചില സ്വിച്ച് വേർഡുകൾക്ക് സാധിക്കുമെന്ന് തെളിയിച്ചിരിക്കുന്ന, ക്വാണ്ടം ഫിസിക്സ് തെളിയിച്ചിരിക്കുന്ന കാലഘട്ടങ്ങളിൽ ആ ഏഞ്ചൽ നമ്പറുകൾക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കുന്ന, ഈ ഏഞ്ചൽ നമ്പറുകൾക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം വരുന്നത് എങ്ങനെയാണെന്നറിയോ? ഇതെല്ലാം ബ്രെയിനിന്റെ ഒരു സിസ്റ്റമാണ്. നമ്മൾ 8 എന്ന് പറയുമ്പോൾ എന്താണോ നമ്മുടെ ബ്രെയിനിന്റെ ന്യൂറോൺസിന്റെ പാറ്റേൺ സംഭവിക്കുന്നത്, 9 എന്ന് പറയുമ്പോൾ എങ്ങനെയാണോ ന്യൂറോൺ പാറ്റേൺ സംഭവിക്കുന്നത്, ആണ് ഇതിന്റെ യഥാർത്ഥ തത്വം കേട്ടോ. അതൊക്കെ ഞാൻ മറ്റൊരു സമയത്ത് എപ്പോഴെങ്കിലും പറഞ്ഞു തരാം. അല്ലാതെ ഇത് മറ്റൊരു സംഭവമായിട്ടൊന്നും അല്ല. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എത്രത്തോളം വിശ്വാസമുണ്ട് അത് കൊണ്ട് പാലിച്ചു പോവുക. നിങ്ങൾ ആ എഴുതി വെക്കുന്ന കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് വയ്ക്കുക. അപ്പൊ അടുത്തൊരു ചോദ്യം വരും, സാറേ ഞാൻ ഒരു കാര്യം എഴുതി വെച്ചു, അത് ലഭിച്ചാൽ അടുത്തത് എന്ത് ചെയ്യണമെന്ന് ചോദ്യം സ്വാഭാവികമായി ഉണ്ടാവും അല്ലെ? അതുകൊണ്ടാണ് ഞാൻ ആ വൃത്താകൃതിയിലെ താഴെ നിങ്ങളുടെ സാധനം എഴുതാൻ പറഞ്ഞത് അല്ലെ? ഒരു കാര്യം എഴുതാൻ തീരുമാനിച്ചു, അത് എഴുതി, അത് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കാര്യം കൊണ്ട് ആവശ്യമില്ലല്ലോ. നിങ്ങൾ സ്വാഭാവികമായി ചോദിക്കാൻ പോകുന്ന ചോദ്യമാണ്. അതുകൊണ്ടാണ് ആ ഗോളത്തിന് താഴെ എഴുതാൻ പറഞ്ഞത്. ആ താഴെ നിങ്ങൾക്ക് എപ്പോഴും അവിടെ വേറൊരു പേപ്പർ എഴുതി ഒട്ടിക്കാമല്ലോ. അവിടെ വേറൊരു സാധനം, വേറെ ലക്ഷ്യം എഴുതി ഒട്ടിക്കാവുന്നതാണ്, അല്ലെങ്കിൽ അതിനെ മായ്ച്ചു കളയാവുന്നതാണ്. പെൻസിൽ കൊണ്ട് എഴുതി കഴിഞ്ഞാൽ മായ്ക്കാം, അല്ലെങ്കിൽ പെണ്ണുകൊണ്ട് എഴുതുകയാണെങ്കിൽ വെട്ടി എഴുതണ്ട, അവിടെ വേറെ പേപ്പർ കൊണ്ടുപോയി ഒട്ടിച്ചോളൂ. എല്ലാത്തിനും ഉത്തരമായാലും ഇപ്പം ഇനി വേറെ ഡൗട്ടുകളൊന്നും ഉണ്ടാവില്ലല്ലോ. ധൈര്യപൂർവ്വം ചെയ്തോളൂ. ഫലം 100% നിങ്ങളിൽ വരും. നിങ്ങൾ എന്ത് എഴുതുന്നു എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. വീണ്ടും നാളെ ചോദിച്ചേക്കരുത്. റൗണ്ടിൽ ഇപ്പൊ വന്നു, റൗണ്ടിലാണോ ആവശ്യം എഴുതേണ്ടത്? താഴെ എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ റൗണ്ട് എങ്ങനെയാണ് സംഭവിക്കുക? ഒരു റൗണ്ടിന്റെ താഴെ എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ റൗണ്ട് ഉണ്ടോ? എന്നാ പിന്നെ നിങ്ങൾ അതിന് താഴെ മറ്റൊരു റൗണ്ടിൽ എഴുതുക എന്ന് ഞാൻ പറയില്ലേ? സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ അല്ലേ? ഒന്ന് ചിന്തിച്ചാൽ മാത്രം പോരെ. എന്തിനാണ് എന്റെ സമയം കളയണേ? ഓക്കെ, എനിവേ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, വെരി ഗുഡ്. അപ്പോ കൃത്യമായി എഴുതുക, എന്നിട്ട് ജീവിതത്തിൽ ലക്ഷ്യം നേടുക. എന്നിട്ട് കാശാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ ഒട്ടും മടി കാണിക്കണ്ട. കാശ് കുറേ കൂടുതൽ വരുമ്പോൾ എന്നെയും കൂടി ഓർത്തുകൊള്ളുക. എന്റെ ഗൂഗിൾ പേ നമ്പറുകളൊക്കെ ഇടക്കിടക്ക് ഓർത്തുകൊള്ളുക. എന്നിട്ട് ഇങ്ങോട്ട് പോരട്ടെ. സന്തോഷത്തോടെ മതിയല്ലോ. ഇത്രയും പറഞ്ഞു തന്നാൽ പോരെ? ഇത്രയും കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും തുടങ്ങിക്കോളൂ. നാളെ തന്നെ തുടങ്ങിക്കോളൂ കേട്ടോ. 2 കാര്യമുണ്ട്. മറ്റൊരു കാര്യമുണ്ട്, ഇത് നിങ്ങൾ ചെയ്ത്, ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, ഇതൊരു രഹസ്യമായ കാര്യമാണ്. ഞാനിപ്പോൾ പഠിപ്പിച്ചു തരുന്ന പരസ്യമായിട്ടാണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യം രഹസ്യമായിരിക്കണം. ഓരോ ആളും അവരവരെ കാര്യങ്ങൾ ചെയ്യുമ്പോഴല്ലേ രഹസ്യം ഉണ്ടാവുള്ളൂ. പറയുമ്പോൾ രഹസ്യം ഉണ്ടാവുണ്ടല്ലോ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം മറ്റാരും അറിയരുത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം എനർജി നിങ്ങൾ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ എനർജി സക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ എനർജിയെ മറ്റുള്ളവർ വലിച്ചെടുക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അത് അങ്ങനെ ഒരു സ്പെക്ട്രമാണ് ഇതിന് എനർജി കവചമില്ലാത്ത ഒരു ഓപ്പൺ സോഴ്സ് എനർജി സിസ്റ്റമാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്ന ആ വാക്ക് ഉപയോഗിക്കുന്നത് രഹസ്യമായിരിക്കണം എന്ന് പറയുന്നത്. കഴിവതും അങ്ങനെ ഉപയോഗിച്ച് നോക്കുക. എന്ന് വെച്ചാൽ ഭയങ്കര കോൺഫിഡൻഷ്യൽ സീക്രട്ട് എന്നല്ല ഞാൻ പറഞ്ഞു. ഈ സാധനമല്ല, നിങ്ങൾ താഴെ എഴുതി വെക്കുന്ന സാധനവും ഇതുമായി കണക്ട് ചെയ്യുന്നത് രഹസ്യമായിരിക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അല്ലെങ്കിൽ ആൾക്കാർ ചോദിച്ചു, പൊതുവെ ഇത്തരം ക്ലാസ്സുകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, പല ആൾക്കാരോട് ഇങ്ങനെ അങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ സംഭവിച്ചു, അത് ഇതെങ്ങനെ പറയാൻ നിൽക്കരുത് കേട്ടോ. കാരണം ആൾക്കാർ നമ്മുടെ എനർജിയെ, അതായത് ചില ആൾക്കാർ എനർജി സക്ക് ചെയ്ത് കളയും. നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ആൾക്കാർ, അതിന് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടാതിരിക്കുമ്പോൾ നമ്മൾ വീണു പോകും. അതുകൊണ്ട് എനർജി വരുമ്പോൾ, നിങ്ങൾക്ക് കൂടി വരുമ്പോഴൊക്കെ ഒരു നെഗറ്റീവ് ആൾക്കാർ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ
നമ്മൾ വല്ലാതെ തളർന്നു പോകുന്ന അവസ്ഥയുണ്ടാകും. ആരാണ് ഇന്നലെ എന്നോട് അതിനെപ്പറ്റി പറഞ്ഞത്? ആരോ പറഞ്ഞു ഇത് വന്ന് നന്ന രീതിയിൽ മാറ്റം വന്നു. ആരോ ഒരാളെ പരിചയപ്പെട്ടു, അവരോട് ഈ കാര്യം പറഞ്ഞു, പിറ്റേ ദിവസം മുതൽ തലപൊക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കാര്യം അവരോട് പറഞ്ഞത്. ഇങ്ങനെയൊക്കെ സിസ്റ്റം ഉണ്ട് ഈ ലോകത്ത്. എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും ആ, എന്താ പറയാ വലിച്ച് കൊണ്ടുപോയി കളയും. അപ്പൊ അത്തരം ആൾക്കാർ പൊതുവേ ഇവിടെ ക്ലാസ്സിൽ നിൽക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വലിക്കുന്ന ആൾക്കാർക്ക് ഈ ക്ലാസ്സിൽ നിൽക്കാൻ പോലും പറ്റുന്നില്ല. അവരെന്തായാലും എക്സിറ്റ് ചെയ്ത് പോകേണ്ടി വരും. ഞാൻ പലരെയും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവിടുന്ന് കിട്ടുന്ന എനർജിയെ സക്ക് ചെയ്യാൻ ശ്രമിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ ഇതിനകത്ത് നിന്ന് വിട്ടുപോയിട്ടുള്ളത്. അത് വളരെ സന്തോഷം. ഇപ്പൊ നിങ്ങൾ ഏറ്റവും നന്നായിരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച്. നിങ്ങൾക്ക് ഓപ്പൺ ഡിസ്കഷന്റെ സമയമാണ്. 5 മിനിറ്റ്സ് ആർക്കും അറിയാനുള്ള കാര്യം പറയാം. താങ്ക് യു. ഞാൻ പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ. എന്റെ സ്ഥലം വിൽക്കാൻ ഇട്ടിരിക്കുകയായിരുന്നു. അത് ഞാൻ അത് തുടങ്ങി എല്ലാവരും 1,50,000 ആയി ചോദിച്ചുകൊണ്ട് വന്നിരുന്നു. ഞാൻ 1,80,000 ആയിരുന്നു ഉദ്ദേശിച്ചത്. അപ്പൊ അവസാനം എന്റെ ബ്രദർ പറഞ്ഞു, നീ ഇനിയിപ്പോ അതങ്ങനെ കൊടുക്ക് ഇനിയിപ്പോ എന്ന് പറഞ്ഞു. അങ്ങനെ അത് സെയിലായി 1,50,000. സാറിന് ഒത്തിരി നന്ദി. പ്രൈസ് ചിലപ്പോൾ സ്ഥലത്തിലൊക്കെ നമ്മൾ ചില കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. നമുക്ക് നമ്മുടെ ആവശ്യം. സാർ ഒരിക്കൽ എന്നോട് അങ്ങനെ പറഞ്ഞായിരുന്നു, 80 മുഴുവനെ പിടിക്കണ്ട, ഇത്തിരി വേണമെങ്കിൽ എന്താ ചെയ്തോളൂ എന്ന് പറഞ്ഞിരുന്നു ഒരു പ്രാവശ്യം. അപ്പൊ ഞാൻ അങ്ങനെ തന്നെ ഒരു 5 lakhs കുറച്ച്, അപ്പൊ 175 വെച്ചിട്ട് ടോട്ടലി 175 എനിക്ക് അത് സെയിലായിട്ടുണ്ട്. അവര് 180 ഞാൻ ഉദ്ദേശിച്ചിരുന്നു. 180 lakhs, 85 lakhs, 180 അല്ല 85 lakhs. അപ്പൊ 75 കിട്ടി. കുഴപ്പമില്ല, നമുക്ക് എന്തായാലും കാര്യം നടന്നല്ലോ. അത് കാര്യം നടന്നു, സന്തോഷമായി. അടുത്ത് ഞാൻ അഫർമേഷൻ ഇപ്പൊ 2 ദിവസമായിട്ട് എഴുതുന്നു. എന്റെ ഗ്രാൻഡ് സണ്ണിന് മെഡിസിൻ അഡ്മിഷൻ കിട്ടണം. അവന് അതാണ് ആഗ്രഹം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇപ്പൊ ഞാൻ അഫർമേഷൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സാറ് ഈ പറഞ്ഞത് കൂടി ഞാൻ അതിന്റെ അകത്ത് ആഡ് ചെയ്യാനൊന്ന് ഉദ്ദേശിക്കുന്നു. എനിക്ക് സാറിന്റെ പ്രാർത്ഥന ഉണ്ടാകണം. അതിന് ഇന്നലെ നമുക്ക് അഡ്മിഷനൊക്കെ കിട്ടുന്ന കാര്യത്തിൽ നിങ്ങൾ ഇത്തരം പവർഫുൾ ടെക്നിക്ക് ഇത് അല്ലെങ്കിൽ ഇത് ടെക്നിക്ക് ഉപയോഗിക്കുമ്പോൾ അവൻ MBBS എടുത്തതായിട്ട് എഴുതിക്കോളും. അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കണേ, ഞാൻ അഫർമേഷൻ എഴുതിക്കൊണ്ടിരിക്കണേ. അഡ്മിഷൻ കിട്ടണമെന്ന് എഴുതണ്ട, അവൻ MBBS ഡോക്ടർ ആയതിനെ പറ്റി എഴുതുന്നു. ലോങ് ടൈം ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ടെക്നിക്ക് ആയതുകൊണ്ട് നിങ്ങളത് കിട്ടുന്നതിന് മാത്രമായിട്ട് എഴുതണ്ട, അവനത് ലഭിച്ച് ഡോക്ടറായി വരുന്നതിനെ പറ്റി എഴുതും. അങ്ങനെ സാർ എഴുതിയിരിക്കും. അങ്ങനെ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് എന്നും ഉപയോഗിക്കാം. 10 വർഷത്തെ ഇനിയിപ്പോ എന്നും ലൈഫിലേക്ക് ഉപയോഗിക്കാവുന്ന ഒറ്റ ആയിട്ട് ഉണ്ടാക്കാമല്ലോ ഈ സാധനം. മാറ്റേണ്ട ആവശ്യം വരില്ല. എഴുതിയ അഫർമേഷൻ, നിങ്ങൾ എഴുതിയ അഫർമേഷൻ ഒന്ന് സുധാകുമാരിയമ്മ കൂടി പറഞ്ഞു കൊടുക്കാൻ പറയുന്നു. കാരണം അവരും ഇതേ കാര്യത്തിന് വേണ്ടി നിൽക്കുകയാണ്. മകളെ, എന്റെ മോന് മെഡിസിന് അഡ്മിഷൻ കിട്ടി, ജോയിൻ ചെയ്തു. നന്ദി. ലാൻഡ് സെയിലിലെ അഫർമേഷൻ എഴുതിയത് എന്താണ് നിങ്ങളത്? അത് ഞാൻ അറ്റൻഡ് ചെയ്തു. ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ 85 പറഞ്ഞു. അവരത് ബില്ലിംഗ് അല്ലായിരുന്നു. പക്ഷെ ഞാൻ അത് അങ്ങനെ തന്നെ പ്രൊസീഡ് ചെയ്തു. എനിക്ക് 85 lakhs കിട്ടണം, അങ്ങനെ കിട്ടിന്ന് പറഞ്ഞിട്ട്. പക്ഷെ എനിക്ക് ഇപ്പൊ 75 കിട്ടി. അങ്ങനെ ഞാൻ അതിൽ ഹാപ്പിയായി. അടുത്ത ഞാനും പറയണ്ടോ? താങ്ക് യു വെരി മച്ച്. അപ്പൊ ഇല്ലെങ്കിൽ നമുക്ക് പിരിയാം.